ഒസാക്ക യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് നമ്മൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അത് FRRO എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ FRROനെ പറ്റി സംസാരിക്കുന്നത് ഒസാക്ക ഗ്രൂപ്പിൻ്റെ വിസ കമ്പനിയായിട്ടുള്ള വെർട്ടിക്കൽ കമ്പനിയായിട്ടുള്ള ഒസാക്ക എയർ ട്രാവൽസിൻ്റെ മാനേജറാണ് മിസ്റ്റർ നന്ദകുമാർ. നന്ദകുമാറിന് സ്വാഗതം. നന്ദകുമാർ, ഇന്ന് പൊതുവെ ആളുകൾക്ക് വളരെ പരിമിതമായ അറിവുകൾ മാത്രമുള്ള ഒരു ടോപ്പിക്കാണ് FRRO എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. എന്താണ് FRRO? അതിൻ്റെ ഫുൾ നെയിം എന്താണ്? ഈ FRRO എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ നമ്മൾ വിദേശികൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസാണ് FRRO. ഈ FRRO കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അവിടെ വിദേശികൾ നമ്മുടെ നാട്ടിൽ വരാണെങ്കിൽ അവർക്ക് വിസ ഇപ്പോൾ ഒരു 1 മന്ത് വിസ എടുത്ത് തോന്നുന്നു, വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അതിനൊരു സൗകര്യം. അതുപോലെ അവർ നാട്ടിലെത്തിയ വല്ല പാസ്പോർട്ട് ലോസ്റ്റ് കഴിഞ്ഞാൽ പാസ്പോർട്ട് എടുത്ത് കൊടുക്കാനുള്ള സൗകര്യം. പിന്നെ അതുപോലെ നമ്മുടെ OC കാർഡിൻ്റെ എക്സ്റ്റൻഷൻ. പിന്നെ നമ്മുടെ വിസ കൺവേർഷൻ ഉണ്ട്. വിസ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എൻട്രി കൺവേർഷൻ വെച്ചാൽ ഇപ്പോൾ സിംഗിൾ എൻട്രിയിൽ വന്ന് ഇപ്പം നമ്മുടെ അടുത്ത കൺട്രിയായ ശ്രീലങ്കയിലോ മാൾഡീവ്സിലോ പോയി തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ എൻട്രിയുടെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചാൽ അത് സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാനുള്ളൊരു സൗകര്യം കൂടി FRRO. ഇന്ന് ഇന്ത്യയിൽ FRROൻ്റെ എത്ര ഓഫീസുകളാണ് ഉള്ളത് മൊത്തം? ഇപ്പം നമുക്ക് ഏകദേശം 12 ഓഫീസുകളാണ് ഉള്ളത്. കേരളത്തിൽ 3 ഓഫീസുണ്ട് നമുക്ക്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? കേരളത്തിൽ ഇപ്പോൾ കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് 3 ഓഫീസുകൾ കേരളത്തിൽ. അപ്പോൾ തികച്ചും ഈ പറയുന്ന ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു, പക്ഷെ വിദേശത്ത് പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാൾ, അതേപോലെ തന്നെ വിദേശത്തുള്ള ഫോറിനേഴ്സ്, ഇവർ രണ്ടു കൂട്ടരും വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സാങ്കേതികമായിട്ട് നേരത്തെ പറഞ്ഞ ഏരിയാസ്, ഒന്ന് വിസ എക്സ്റ്റൻഷൻ, 2 OCA കാർഡ് ബന്ധമായിട്ടുള്ള ഒരു കാര്യം, 3 എൻട്രി കൺവെൻഷൻ, പിന്നെ 4ാമത്തെ ഏതാണ്? പാസ്പോർട്ട് ലോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വിവിധ തരം സർവീസുകൾ അവരുമായി ബന്ധപ്പെടുന്ന അവർക്ക് ഉണ്ടാകുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് FRRO. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ എവിടെയാണ് അത് ഉള്ളത്? കൊച്ചി ഇപ്പം നമ്മുടെ ഓഫീസ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ അവർക്ക് ഓഫീസ് ഉണ്ട്. അത് ശരി. കൊച്ചി എയർപോർട്ടിലെ ഓഫീസാണ്. എല്ലാ ഇത് ഹെൽപ്പും ചെയ്താൽ സന്നദ്ധരായുള്ള ഓഫീസേഴ്സ് അവിടെ ഉണ്ട്. ഫോണിൽ വിളിച്ചാലും അവർ എല്ലാം ചെയ്തു തരാൻ സന്നദ്ധരാണ്. ഇപ്പോൾ വിദേശികൾക്ക് ഇപ്പോൾ ഒരു സൗകര്യമുള്ളത്, ഇപ്പോൾ വിദേശികൾക്ക് ഇപ്പോൾ വിസ, അതായത് ഇപ്പോൾ FRROൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വിസ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. തികച്ചും ഇന്ന് ഇന്ത്യയുടെ അകത്തുള്ള വിദേശ മലയാളികൾ പലപ്പോഴും സിറ്റിസൺഷിപ്പ് അവിടെ എടുക്കുകയും അവരുടെ സുഹൃത്തുക്കളും അതല്ലാതെ വരുന്ന വിദേശികളും ഒക്കെ ഇന്ത്യയിൽ വരുമ്പോൾ പല തരത്തിലുള്ള കൊച്ചു പ്രതിസന്ധികൾ നേരിടാറുണ്ട്. ഈ പ്രതിസന്ധികൾക്കെല്ലാം കൃത്യമായ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് FRRO എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. തീർച്ചയായിട്ടും അതിൻ്റെ നന്ദകുമാർ വളരെ വിശദമായിട്ട് നമുക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. വളരെയധികം സന്തോഷം നന്ദകുമാർ. താങ്ക് യു.